പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം. എങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം എന്ന എൻ്റെ പുതിയ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിന് നമുക്ക് മിനിമം HTML എങ്കിലും അറിഞ്ഞിരിക്കണം. HTML അറിയാമെങ്കിൽ തന്നെ നമുക്ക് പിന്നീട് അതിന് ആവശ്യമായിട്ടുള്ളത് ഒരു ഡൊമൈൻ നെയിമും ആ വെബ്സൈറ്റിൻ്റെ കണ്ടൻറ്റുകൾ, അതായത് ചിത്രങ്ങളോ വീഡിയോകളോ എല്ലാം നമുക്ക് അതിൽ ഉൾപ്പെടുത്തുന്നതിന് ആവശ്യമായ ഒരു ഹോസ്റ്റിംഗ് അക്കൗണ്ടും നമുക്ക് ആവശ്യമാണ്. വളരെ എളുപ്പത്തിൽ ഒരു ഡൊമൈൻ നെയിം മാത്രം സ്വന്തമായി ഉള്ളവർക്ക് എങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഒരു വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ എടുക്കുന്നതിന് നമുക്ക് സാധാരണയായിട്ട് ഡൊമൈനുകൾ പല എക്സ്റ്റൻഷനുകളിൽ ലഭ്യമാണ്. രതീഷ്.in അല്ലെങ്കിൽ രതീഷ്.com എന്നൊക്കെ. ഇതിൽ .in എന്ന രജിസ്ട്രേഷൻ നമുക്ക് എടുക്കുന്നതിന് ഏറ്റവും ചിലവ് കുറവാണ്. ഒരു 300 രൂപ അടുത്ത് മാത്രമേ നമുക്ക് ചിലവ് വരുള്ളൂ. നമുക്ക് അങ്ങനെ ഒരു ഡൊമൈൻ എടുത്തുകൊണ്ട് എങ്ങനെ വെബ്സൈറ്റ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. നമുക്ക് തുടക്കത്തിൽ തന്നെ ഡൊമൈൻ ഒന്നും പർച്ചേസ് ചെയ്യേണ്ട. ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത് HTML മറ്റോ ഒന്നുമല്ല. ആദ്യം നമ്മൾ നമ്മുടെ ഒരു ഗൂഗിൾ ID ഉപയോഗിച്ച് ബ്ലോഗ് സ്പോട്ടിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നു. നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും blogger.com. നമുക്ക് സ്വന്തമായിട്ട് ഒരു ബ്ലോഗ് നിർമ്മിക്കാൻ ഗൂഗിൾ നൽകുന്ന ഫ്രീ സ്പേസ് ആണ് blogger.com. നമുക്ക് അതിൽ ഒരു ബ്ലോഗ് ഉണ്ടാക്കിയിട്ട് പിന്നീട് അത് എങ്ങനെ നിങ്ങളുടെ പേരിലുള്ള ഡൊമൈൻ ആക്കാമെന്നും ബ്ലോഗിലുള്ള ഓരോ ഫയലും നിങ്ങളുടെ സൈറ്റിൻ്റെ നെയിം വെച്ച് എങ്ങനെ ലിങ്ക് ചെയ്യപ്പെടുന്നു എന്നുമെല്ലാം നമുക്ക് പഠിക്കാം. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ HTML ഒക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ് ഇട്ടിച്ച് പോകും, എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തുള്ള കാര്യങ്ങളല്ല ആദ്യം പഠിക്കുന്നത്. വളരെ നിസ്സാരമായിട്ട് നമുക്ക് ബ്ലോഗ് ഉണ്ടാക്കാനും ആ ബ്ലോഗ് നിങ്ങളുടെ ഡൊമൈനായിട്ട് ലിങ്ക് ചെയ്യാനും നമുക്ക് ആദ്യം പഠിക്കാം. അതിൽ ആദ്യത്തെ ലെസണിൽ ഒരു ബ്ലോഗ് ഉണ്ടാക്കാനാണ് ഞാൻ പഠിപ്പിക്കുന്നത്. പ്രത്യേകം ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, മുമ്പ് ഫോട്ടോഷോപ്പ് ക്ലാസ് എല്ലാം ഞാൻ തുടങ്ങിയിരുന്നു. ഇതുപോലെ യൂട്യൂബിൽ നിന്ന് എങ്ങനെ ഏണിങ്സ് ലഭിക്കും എന്നൊക്കെ. അന്ന് നമ്മൾ ഇത് ക്ലാസ് ആവശ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ 20,000-30,000 ആൾക്കാരൊക്കെ കമൻ്റ് ഇടുമെങ്കിലും പിന്നീട് ഇവരെ ആരും തന്നെ അവർക്കത് ഉപകാരപ്പെട്ടോ എന്നുള്ള ഒരു രീതിയിലുള്ള പ്രതികരണവും അറിയാൻ സാധിച്ചില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിലും ഒരു ലൈക്കെങ്കിലും അടിച്ചിരിക്കണം. എന്നാലും നിങ്ങൾ എത്ര പേര് ഇത് കണ്ടു എന്നെങ്കിലും എനിക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. പ്രതിനിധിക സ്വല്പം ക്ഷമ ആവശ്യമാണ്. തുടക്കത്തിൽ നിങ്ങൾക്ക് വലിയ ക്ഷമ വേണ്ടി വരില്ല. പക്ഷേ പിന്നീട് വെബ്സൈറ്റ് കുറച്ച് ഭംഗിയാക്കണം, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഓരോരോ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ക്ഷമ ആവശ്യമാണ്. അപ്പോൾ എന്നോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് കഴിയും എങ്കിൽ മാത്രം നിങ്ങൾക്കും ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം. ഇതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. നിങ്ങൾ 3ാം ക്ലാസ് ആയാലും കുഴപ്പമില്ല, ഇനി ഡിഗ്രി ആയാലും കുഴപ്പമില്ല, ഇനി PhD എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ക്വാളിഫിക്കേഷൻ അല്ല ഇവിടെ പ്രധാനം. നമുക്ക് സ്വല്പം ക്ഷമയോടെ ഈ വീഡിയോ കണ്ട് അത് മനസ്സിലാക്കി അതുപോലെ ചെയ്യാനുള്ള താല്പര്യമാണ് പ്രധാനം. ഞാനും ഒരു പ്രൊഫഷണൽ വെബ് ഡിസൈനറൊന്നുമല്ല. ഇതുപോലെ നെറ്റിലിരുന്ന് ഓരോന്ന് പഠിച്ച് ആണ് ഞാനും ഇത്രയും ആയത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കഴിയും എന്ന് നമുക്ക് ഉറപ്പാണ്. സ്വല്പം ക്ഷമയോടെ നമുക്ക് ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കാം. എല്ലാ കൂട്ടുകാർക്കും ബെസ്റ്റ് വിഷസ്. കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും ഒരു വെബ്സൈറ്റിന് തുല്യമായിട്ടുള്ള ഫംഗ്ഷനുകൾ എല്ലാം തന്നെ ഉള്ളതാണ് ബ്ലോഗ്. ഇതിന് blogger.com എന്ന സൈറ്റിലാണ് നമ്മൾ അംഗത്വം എടുക്കേണ്ടത്. blogger.comൽ അംഗത്വം എടുക്കാൻ നമുക്ക് ആവശ്യമുള്ളത് ഒരു ഗൂഗിൾ ID മാത്രമാണ്. ഗൂഗിളിൻ്റേതാണ് blogger.com. നമ്മൾ അതിൽ കയറി ഒരു ബ്ലോഗ് സ്പോട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് നമ്മുടെ ഡൊമൈനുമായിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കും. കേൾക്കുമ്പോൾ ചിലപ്പോൾ സ്വല്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാം. എന്നാൽ നിങ്ങളത് ചെയ്ത് വരികയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണിത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഗൂഗിൾ ID ആണ്. ഗൂഗിൾ ID ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ blogger.comൽ ആ ID ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യാൻ പോവുകയാണ്. നിലവിലുള്ള ഗൂഗിൾ ID തന്നെ നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാം. തുടർന്ന് നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ആക്കി, മൊബൈലിൽ ചെയ്യുക സ്വല്പം ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് അഭികാമ്യം. നമുക്കിവിടെ ആദ്യമായിട്ട് blogger.comൽ സൈൻ ഇൻ ചെയ്യാം. നിങ്ങളുടെ Gmail ID തന്നെ അതിനായിട്ട് ഉപയോഗിക്കുക. എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നിങ്ങളൊരു പുതിയ Gmail ID ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ ഇവിടെ ബ്ലോഗർ പ്രൊഫൈലും ഗൂഗിൾ പ്രൊഫൈലും എന്ന് കാണിക്കും. നമുക്കിതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം. തൽക്കാലം നമുക്കിവിടെ ക്രിയേറ്റ് എ ലിമിറ്റഡ് ബ്ലോഗർ പ്രൊഫൈൽ എന്നത് സെലക്ട് ചെയ്യാം. തുടർന്ന് ഇവിടെ ഡിസ്പ്ലേ നെയിം എന്നതിൽ ഒരു നെയിം എൻ്റർ ചെയ്യാം. നിങ്ങൾ നേരത്തെ ഒരു ഗൂഗിൾ ID ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു ബ്ലോഗർ പ്രൊഫൈൽ കാണിക്കില്ല. ഗൂഗിൾ പ്രൊഫൈൽ ഉപയോഗിച്ച് തന്നെ സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഇവിടെ കണ്ടിന്യൂ ടു ബ്ലോഗർ എന്ന് കൊടുക്കുന്നു.
ഇപ്പോൾ നമ്മൾ ബ്ലോഗറിൻ്റെ ഡാഷ്ബോർഡിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കിനി ബ്ലോഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ന്യൂ ബ്ലോഗ് എന്ന് ഒരു ബട്ടൺ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യുക. തുടർന്ന് നിങ്ങൾ ഏത് ബ്ലോഗാണ് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്, ഉദാഹരണം ഒരു ഫാഷൻ ഡിസൈനിങ് ആണെങ്കിൽ ഫാഷൻ ഡിസൈനിങ്, അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട ഒരു ടൈറ്റിൽ കൊടുക്കണം. ഏതെങ്കിലും അമേസിങ് ഫാഷൻ സ്റ്റൈൽസ് എന്നോ എന്തൊക്കെ നിങ്ങളുടെ രീതിയിലുള്ള ഒരു ക്യാപ്ഷൻ കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു ഫ്ലവേഴ്സിനെ പറ്റിയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഗാലറി എന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാം. ഇതൊക്കെ പിന്നീട് നമുക്ക് തിരുത്താവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിവിടെ ആവണി പബ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതിനെ പറ്റിയുള്ള വിവരങ്ങളാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ടൈറ്റിൽ എന്താണ് എന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി ഇവിടെ അഡ്രസ്സ് എന്നതിലാണ് നമുക്ക് പിന്നീട് മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള വിവരങ്ങൾ നൽകേണ്ടത്. അതായത് ആ അഡ്രസ്സ് ഉപയോഗിച്ചായിരിക്കും നിങ്ങളുടെ ബ്ലോഗ് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക. ഒരു ഡൊമൈൻ പോലെ, ഉദാഹരണം രതീഷാർമേനോൻ.com എന്നുപോലെ തന്നെ നമുക്ക് ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന ഒരു പേര് .blogspot.com എന്നായിരിക്കും ലഭിക്കുക. അത് പിന്നീട് മാറ്റാൻ സാധ്യമല്ല. ഉദാഹരണം രതീഷ്.blogspot.com അല്ലെങ്കിൽ muhammad.blogspot.com അങ്ങനെയായിരിക്കും അഡ്രസ്സ്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് നമുക്ക് അഡ്രസ്സ് എന്നതിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണ് എന്ന് തോന്നുന്ന ഒരു അഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിവിടെ ആവണി പബ്ലിക്കേഷൻ എന്ന് തന്നെ കൊടുക്കുകയാണ്. ഇത് അവൈലബിൾ ആണ് എങ്കിൽ ഇവിടെ ഇതുപോലെ ചെക്ക് ചെയ്തിട്ട് ദിസ് ബ്ലോഗ് അഡ്രസ് ഈസ് അവൈലബിൾ എന്ന് കാണിക്കും, ഇല്ലെങ്കിൽ അവൈലബിൾ അല്ല എന്ന് കാണിക്കും. ഉദാഹരണം ഞാനൊന്ന് മാറ്റി നോക്കാം. നോക്കുക, ഇതുപോലെ നമുക്ക് അഡ്രസ്സ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അത് അവൈലബിൾ ആണോ അല്ലയോ എന്ന് കാണിക്കും. ഇതുപോലെ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ തിരുത്താവുന്നതാണ്. പക്ഷേ ഇവിടെ ഈ അഡ്രസ്സ് മാത്രം പിന്നീട് തിരുത്താൻ സാധ്യമല്ല. ഇവിടെ ടൈറ്റിലൊക്കെ നമുക്ക് പിന്നീടും ചേഞ്ച് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് ഇവിടെ ടെംപ്ലേറ്റ് എന്ന് പറയും. നമുക്ക് നമ്മുടെ ബ്ലോഗിന് അനുയോജ്യമായ ഒരു തീം ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. ഇനി ഇതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമുക്ക് നെറ്റിൽ ലഭിക്കുന്ന ഫ്രീ തീമുകൾ പിന്നീട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇവിടെ നിന്നും ഇപ്പോൾ തൽക്കാലം ഏതെങ്കിലും ഒരു തീം സെലക്ട് ചെയ്ത് കൊടുക്കാം. തുടർന്ന് ക്രിയേറ്റ് ബ്ലോഗ് എന്നത് സെലക്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഈ അഡ്രസ്സ് നമുക്ക് പിന്നീട് തിരുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് അത് ചെക്ക് ചെയ്ത് കറക്റ്റാണ് എന്ന് ഉറപ്പുവരുത്തുക. തുടർന്ന് നമുക്കിവിടെ ക്രിയേറ്റ് ബ്ലോഗ് എന്നത് അമർത്താം. നിങ്ങളുടെ ബ്ലോഗ് ഇപ്പോൾ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബ്ലോഗിൻ്റെ ഡാഷ്ബോർഡിലേക്കാണ്. ഇനി നമുക്ക് നമ്മുടെ ബ്ലോഗ് ഒന്ന് എടുത്തു നോക്കാം. അതിനിവിടെ വ്യൂ ബ്ലോഗ് എന്നത് എടുക്കാം. അല്ലെങ്കിൽ അഡ്രസ് ബാറിൽ നമ്മൾ നൽകിയ പേരെന്താണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആവണി പബ്ലിക്കേഷൻ .blogspot.com blogspot.com എന്നോ .in എന്നൊക്കെ നമുക്ക് എൻ്റർ ചെയ്യാം. കാരണം ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിളിൻ്റെ സെർവർ ഏത് രാജ്യത്താണോ ആ രാജ്യത്തെ സെർവറുമായി കണക്ട് ചെയ്ത് ഇന്ത്യയിലാണെങ്കിൽ IN എന്നതിലേക്കും UAE ആണെങ്കിൽ AE എന്ന ഡൊമൈനിലേക്കും എല്ലാം റീഡയറക്റ്റ് ആവും. നോക്കുക, ഇവിടെ ഇപ്പോൾ .com എന്ന് അടിച്ചപ്പോൾ blogspot.in എന്നതിലേക്ക് വന്നു. ഇപ്പോൾ നമ്മുടെ ബ്ലോഗിൽ ഒരു പോസ്റ്റുമില്ല. നോക്കുക, ഇവിടെ നോ പോസ്റ്റ്. കാരണം നമ്മൾ കണ്ടൻറ്റുകൾ ഒന്നും തന്നെ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് പോസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് ഇവിടെ ന്യൂ പോസ്റ്റ് എന്നത് ഉപയോഗിക്കാം. ഇതാണ് നമ്മൾ ഒരു ബ്ലോഗ് എഴുതുന്നതിനുള്ള സ്ഥലം. ഇവിടെ പോസ്റ്റ് ടൈറ്റിൽ എന്നതിൽ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന ബ്ലോഗ് എന്താണോ അതിനെക്കുറിച്ചുള്ള ടൈറ്റിൽ ഇവിടെ എഴുതുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ടെസ്റ്റ് പേജാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ പോസ്റ്റിന് ഞാൻ കമ്മിങ് സൂൺ എന്നാണ് പേര് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു പത്രമാണെങ്കിൽ അതിൻ്റെ ഹെഡ്ലൈനും വാർത്തയും, ഒരു വാർത്ത നമ്മൾ ആദ്യം നോക്കുന്നത് ആ ഹെഡ്ലൈൻ ഉപയോഗിച്ചാണ്. അപ്പോൾ അതുപോലെ നമുക്കിവിടെ ഹെഡ്ലൈൻ എന്നതാണ് ഇവിടെ ഈ കാണുന്ന ഭാഗത്ത് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. തുടർന്ന് ഈ ഏരിയയിലാണ് നമ്മൾ ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട കണ്ടൻറ്റുകൾ എല്ലാം തന്നെ എൻ്റർ ചെയ്യേണ്ടത്. നമുക്കിവിടെ ഇമേജുകളോ വീഡിയോകളോ അക്ഷരങ്ങളോ ടേബിളുകളോ എല്ലാം തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും. ഒരു ടെസ്റ്റ് എന്ന രീതിയിൽ ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ സൈറ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് എന്ന ഒരു മെസ്സേജ് ഞാനിവിടെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. നമുക്കിവിടെ ഇതിനോട് ബന്ധപ്പെട്ട ഒരു ഇമേജും ചേർക്കാം. അതിനായിട്ട് ഇവിടെ ഈ കാണുന്ന ഐക്കണാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതാണ് ഇൻസെർട്ട് ഇമേജ്. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷനുണ്ട്. അപ്ലോഡ്, നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഈ ബ്ലോഗിൽ തന്നെ മുമ്പ് അപ്ലോഡ് ചെയ്ത ഇമേജുകൾ ഉണ്ട് എങ്കിൽ അതിൽ നിന്നും സെലക്ട് ചെയ്യുന്നുള്ള ഓപ്ഷനുണ്ട്. പിക്കാസ വെബ് ആൽബത്തിൽ നമ്മൾ ഓട്ടോ ബാക്കപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് എടുക്കാം. നമ്മുടെ ഫോൺ ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്ത് എടുക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ തൽക്കാലം ചൂസ് ഫയൽ എന്നത് സെലക്ട് ചെയ്യാം. നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട ഇമേജ് നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ആ ഇമേജ് സെലക്ട് ചെയ്യുന്നു. തുടർന്ന് നമ്മൾ ആഡ് സെലക്റ്റഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ബ്ലോഗ് പോസ്റ്റിലേക്ക് ആ ഇമേജ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് പോസ്റ്റ് പബ്ലിഷ് ചെയ്യാം. ഇവിടെ പബ്ലിഷ് എന്ന ഈ ബട്ടൺ സെലക്ട് ചെയ്യുക. ഇതുകൂടാതെ നമുക്ക് ഇതിലേക്ക് പിന്നീട് കണ്ടന്റുകൾ ആഡ് ചെയ്യണം, ഇപ്പോൾ സമയമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് സേവ് ചെയ്ത് ഡ്രാഫ്റ്റിലേക്ക് വയ്ക്കാം. ഇവിടെ നമുക്ക് തൽക്കാലം പബ്ലിഷ് കൊടുത്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പോസ്റ്റ് പബ്ലിഷ് ചെയ്തു. അതിന് കൊടുത്ത പേരാണ് കമ്മിങ് സൂൺ. നമ്മുടെ ബ്ലോഗിൽ നേരത്തെ നോ പോസ്റ്റ് എന്നാണ് കാണിക്കുന്നത്. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. നോക്കുക, നമ്മൾ പോസ്റ്റ് ചെയ്തത് ഇപ്പോൾ നമ്മുടെ ബ്ലോഗിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കമ്മിങ് സൂൺ എന്ന ഹെഡ്ലൈനിൽ പ്രസ് ചെയ്താൽ നമുക്ക് ആ ഒരു പോസ്റ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്കൊരു ബ്ലോഗ് ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ കൂടുതൽ കുറേ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് അടുത്ത ലെസണിൽ നമുക്ക് ഒരു ഡൊമൈനുമായിട്ട് ഇതെങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് പറഞ്ഞു തരാം. കമ്പ്യൂട്ടറും മൊബൈലും ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് അവയിൽ ഉപയോഗിക്കുന്ന ഓരോ ആപ്ലിക്കേഷനുകളെ പറ്റിയും അതിലുണ്ടാകുന്ന സംശയങ്ങളെ പറ്റിയും മലയാളത്തിൽ വിശദമായി അറിയുന്നതിന് ഫേസ്ബുക്കിൽ രതീഷ് ആർ മേനോൻ എന്ന് സെർച്ച് ചെയ്ത് എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക. ഇവിടെ പേജ് ലൈക്ക് ചെയ്തതിന് ശേഷം ഫോളോയിങ് പ്രസ് ചെയ്ത് സി ഫസ്റ്റ് എന്നത് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ എന്നും നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും.